നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരിക്കൽ കൂടി കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് 4ാമത്തെ പാഠമായ കെമിക്കൽ കൈനറ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു സീറോ ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഇൻ്റഗ്രേറ്റ് റേറ്റ് ഇക്വേഷൻ നിങ്ങൾക്കറിയാം. സീറോ ഓർഡർ ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് K is equal to R0 minus R divided by T, where R0 is the initial concentration, R is the concentration after time T. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ K is equal to 0.303 by T log R0 by R. R0 is the initial concentration, R is the concentration after time T. ഇത് രണ്ടും നമ്മൾ ഡെറിവേഷൻ അടക്കം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ബൈ ടി ഹാഫ്. അപ്പിലെ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. സോ ഇറ്റ് ഈസ് ദ ടൈം ഇൻ വിച്ച് the concentration of a reactant is reduced to 1/2 of its initial concentration. That is the time taken to complete half of the reaction. ഒരു റിയാക്ഷന്റെ പകുതി തീരാനെടുക്കുന്ന സമയം. That is half life, T half. ഈ ഹാഫ് ലൈഫ് നമുക്ക് സീറോ ഓർഡറിനും പഠിക്കണം, ഫസ്റ്റ് ഓർഡറിനും പഠിക്കണം. So what is half life? The time in which the concentration of a reactant is reduced to 1/2 of its initial concentration. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. സോ നമുക്കറിയാം സീറോ ഓർഡർ റിയാക്ഷൻ, ദ റിയാക്ഷൻ, ആ റിയാക്ഷന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഓർഡർ 0 ആയിരിക്കും, അഥവാ റേറ്റ് ഇൻഡിപെൻഡന്റ് അപ്പോൺ ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിരിക്കും. അതാണ് അവിടുത്തെ സീറോ ഓർഡറിന്റെ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നോക്കാം. എന്താ സീറോ ഓർഡർ ഇന്റഗ്രേറ്റഡ്? K is equal to initial concentration R0 minus concentration after time T R divided by T. ഇനി ഹാഫ് ലൈഫ് പരിഗണിക്കുമ്പോൾ the concentration of a reactant is reduced to half of its initial എന്നല്ലേ? അപ്പോൾ ഇവിടെ concentration of reactant R അല്ലേ, അത് R0 ന്റെ പകുതിയാകും എന്നല്ലേ പറഞ്ഞേ. സോ ഹാഫ് ലൈഫ് പരിഗണിക്കുമ്പോൾ സമയത്തെ നമ്മൾ എന്താക്കി എടുക്കാം? T half ആക്കി എടുക്കാം. So T is taken as T half and the concentration of R എന്ന് പറയുന്നത് ആരായിരിക്കും? ഇനീഷ്യലിന്റെ പകുതിയല്ലേ. സോ R0 divided by 2. അങ്ങനെ വരുമ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സോ ഞാൻ ടി ഹാഫ് അങ്ങോട്ട് കൊണ്ടുവരുന്നു. സോ ടി ഹാഫ് ഈസ് ഈക്വൽ ടു R0 മൈനസ് R0 by 2, ആറിന്റെ സ്ഥാനത്ത് R0 by 2 ഡിവൈഡഡ് ബൈ എന്ത് വരും? K. സോ ഹാഫ് ലൈഫ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ്. Then നമുക്ക് നോക്കാം, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 2 into R0, 2R0 minus R0 divided by 2 എന്ന് വരും. ആ 2 താഴെ വരുമ്പോൾ 2K എന്ന് വരും. 2R0 എന്ന് R0 പോയാൽ R0. So T half of a zero order reaction is equal to 2R0 minus R0, that is R0 divided by 2K. So this is the equation of half life of a zero order reaction. It is clear that the half-life of a zero-order reaction is directly proportional to the initial concentration of the reactant. അത് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ R0യും ഹാഫ് ലൈഫും തമ്മിൽ ഒരു ഗ്രാഫ്, അഥവാ ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഹാഫ് ലൈഫും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ that graph like this. So straight line കിട്ടും, because half life and initial concentration is directly proportional എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു ഗ്രാഫിൽ നിന്ന് ഈ ഗ്രാഫ് തന്നിട്ട് ചോദിക്കും ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് റിയാക്ഷനെയാണ്. അപ്പോൾ ഹാഫ് ലൈഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? സീറോ ഓർഡർ റിയാക്ഷനെ സൂചിപ്പിക്കുന്നു. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എന്താ അറിയോ? ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആണ്. കാരണം നമുക്കറിയാം സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ റേറ്റ് ഈസ് ഈക്വൽ ടു K into R raised to 0 ആണ്, പവർ 0 ആണ്. അപ്പൊ റേറ്റ് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ
ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് അപ്പോൺ ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഹാഫ് ലൈഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ്. അപ്പോൾ വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ? ടി ഹാഫ് ഈസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 2K. അടുത്തതായിട്ട് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. So what is the integral rate equation of first order reaction? നമുക്കറിയാം K is equal to 2.303 by T log initial concentration divided by concentration of reactant after time T R. ഇനി പറയുന്നു സമയം T എന്താക്കി എടുക്കുക? ഹാഫ് ലൈഫ് ആണെങ്കിൽ T ഹാഫ് ആണെങ്കിൽ the concentration of reactant is reduced to half of the initial concentration അതല്ലേ R0 by 2. So R become R0 by 2 അപ്പോൾ when T become T half. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സോ K is equal to 2.303 by T half log R0 divided by R0 by 2. അങ്ങനെ വരുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T half is equal to 2.303 by T. Sorry, 2.303 by K. So T half is equal to 2.303 by K log ഈ R0 വെട്ടിപ്പോയാൽ എന്താ വരിക? log എന്ത് വരും? 2 log 2. Then T half is equal to 2.303 by K log 2 നമുക്കറിയാം 0.3010 and finally T half of a first order reaction is equal to 0.693 by K. So it is clear that half life of a first order reaction is independent upon the initial concentration. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കണ്ടില്ലേ? ഇന്റഗ്രൽ റിലേഷൻ കേസിൽ 2.303 by T log R0 by R. സമയം T ഹാഫ് ആവുമ്പോൾ R ന്റെ വാല്യൂ R0 by 2 ആവും. ഹാഫ് ഓഫ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആവും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ കേസിൽ 2.303 by T ഹാഫ് log R0 by 2 വരും. മാത്തമാറ്റിക്കലി നമ്മൾ അവസാനം ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 0.693 by K. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. ദ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് അപ്പോൺ ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. കാരണം ഇവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. T half versus initial concentration R0 like this. Anyway, because half life initial independent ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നാൽ എന്നിട്ട് ചോദിക്കുകയാണ് ഈ റിയാക്ഷന്റെ ഓർഡർ എഴുതുക. അപ്പം ഹാഫ് ലൈഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. എന്നാൽ ഹാഫ് ലൈഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഹാഫ് ലൈഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനുള്ള ഗ്രാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ആരെ സൂചിപ്പിക്കുന്നു? സീറോ ഓർഡർ റിയാക്ഷൻ. സോ ദിസ് ഗ്രാഫ് റെപ്രസെന്റ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആൻഡ് ദിസ് ഗ്രാഫ് റെപ്രസെന്റ് സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പം സീറോ ഓർഡർ റിയാക്ഷനിലെ ഹാഫ് ലൈഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഹാഫ് ലൈഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഇൻഡിപെൻഡന്റ് ആണ്. ഇതോടെ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷനും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നുള്ള പ്രോബ്ലം ചെയ്തു നോക്കാം. നമുക്ക് ഹാഫ് ലൈഫ് എന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. A first order reaction has a rate constant K is equal to 5.5 and raised to minus 14 second inverse. Find half life of the reaction. എളുപ്പമുള്ള ചോദ്യമാണ്. ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ T half is equal to 0.693 by K. So T half is equal to 0.693 divided by what is value of K? 5.5 into 10 raised to minus 14. And half life of this first order reaction is 1.26 into 10 raised to 40 second. ഇതാണ് ഒരു ചോദ്യം. അടുത്തൊരു ചോദ്യം. A first order reaction has a rate constant 1.15 into 10 raised to minus 3 second inverse. How long will 5 gram of this reactant to reduce 3 gram? അപ്പം 5 gram ഉള്ള റിയാക്ടന്റ് കോൺസെൻട്രേഷൻ 3 gram ആയി റെഡ്യൂസ് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. So it's a first order reaction. What is our equation? Our equation K is equal to 2.303 by T log R0 divided by R.
Then time ആണ് കാണുന്നത്. So time is equal to 2.303 by k. K 1.15 10 raised to minus 3 log 5 by 3. Initial count 5 and after time t it is 3. 5 by 3. So solving this equation, the time taken to reduce the reactant constant from 5 gram to 3 gram is 444 seconds. So 44 seconds. Log 5 by 3 എന്ന് പറഞ്ഞാൽ log 5 minus log 3 എന്ന് വരും. Calculator ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ the answer become 444 സെക്കൻഡ്, 444 സെക്കൻഡ് എന്ന് വരും. ഇത്തരം ചോദ്യങ്ങളും പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. അടുത്ത ചോദ്യം, calculate the time required for the completion of 90% of a first order reaction. K തന്നിട്ടുണ്ട് 0.2303 സെക്കൻഡ്. ഇവിടെയും സമയമാണ് കാണേണ്ടത്. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇക്വേഷൻ K is equal to 2.303 by T90. 90% കാണേണ്ടത് log R0 divided by R. In this case, T90 is equal to 2.303 by K log. The initial concentration here is taken as A, small a. And after time t, it become A minus 6 in moles per liter, A minus 6 side mark. It is 90% complete ആയതല്ലേ. 90% complete ആയാൽ ബാക്കിയുള്ളത് 10% ബാക്കിയുള്ളത്. So here A is always taken as 100 and A minus 6 is 100 minus 90. Initial concentration is 100. 90% complete ആയാൽ A minus x means എത്ര മോൾ ക്ലിയർ ചെയ്തു പോയി. So A minus x is equal to 100 minus 90. This is 10. Now the equation become T90 is equal to 2.303 divided by 0.2303 K log initial concentration is taken as 100 and after the completion of 90% the R, that is A minus x, 100 minus 90 is 10. 90% തീർന്ന ബാക്കി 10 ബാക്കിയുണ്ട്. ആ ലെഫ്റ്റ് ബാക്കിയുള്ളതാണ് A minus x, 100 minus 90. അങ്ങനെ വരുമ്പോൾ T90 is equal to 2.303 by 0.2303 10 അല്ലേ 10. log 100 by 10 log 10 അല്ലേ log 10. log 10 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. So time taken for the completion of 90% this first order reaction is 10 seconds. So this is the answer. Only 10 seconds, 10 സെക്കൻഡ് എടുക്കും 90% തീരാൻ. അപ്പോൾ ഇവിടെ ടൈം ടേക്കൺ ഫോർ ദ കംപ്ലീഷൻ ഓഫ് 90% ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ K തന്നിട്ടുണ്ട് എങ്കിൽ ടൈം എടുക്കും, എത്ര സമയം എടുക്കും 90% തീരാൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. R0 by R അഥവാ A by A minus 6 ഇനീഷ്യലി ഇറ്റ് ഈസ് ടേക്കൺ ആസ് 100 ആക്കി എടുക്കാം. A minus x means after the completion ശേഷം എത്ര 100 minus 90, 90% തീർന്നല്ലോ, ബാക്കി എത്ര, that is 10. അപ്പോൾ 75% ആയിരുന്നെങ്കിലോ 100 minus 75 25 എന്ന് വരും. 80% ആയിരുന്നെങ്കിലോ 100 minus 80 20 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ. ഷോ ദാറ്റ് T99.9 is equal to 10 T half. അത് പ്രൂഫ് ദാറ്റ് ടൈം ടേക്കൺ ഫോർ ദ കംപ്ലീഷൻ ഓഫ് 99.9% of a first order reaction is 10 times as that of half life. ഹാഫ് ലൈഫിനേക്കാളും 10 ഇരട്ടിയാണ് ഒരു റിയാക്ഷൻ 99.9 തീരാൻ എന്ന് തെളിയിക്കണം. നമ്മളിത് പ്രൂവ് ചെയ്യണം. അപ്പോൾ T99.9 ടൈം ടേക്കൺ ഫോർ ദ കംപ്ലീഷൻ ഓഫ് 99.9% ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു 10 T ഹാഫ്. ഹാഫ് ലൈഫിനെ 10 ഇരട്ടിയാണ് തെളിയിക്കണം. അപ്പോൾ നമ്മൾ കയ്യിലുണ്ട് എന്താ കയ്യിലുള്ളത്? സോ T ഹാഫ് എന്ന് പറഞ്ഞാൽ T50 പകുതി തീരാൻ. സോ T50 is equal to 2.303 by K log 100 by 100 minus 50. That is 100 initially, 50 കഴിഞ്ഞാൽ 100 minus 50. ഇനി T99.9 is equal to 2.303 by K log 100 divided by 100 minus 99.9. ഇനി T50 is equal to 2.303 by K log 100 by 100 minus 50 100 by 52 log 2. Here T99.9 is equal to 2.303 by K log
100 minus 99.9 എന്ന് പറഞ്ഞാൽ 0.1. 100 by 0.1 എന്ന് പറഞ്ഞാൽ 1000. Log 1000. So finally, T99.9 is equal to 2.303 by K. Log 1000 is equal to 3. So log 1000 എന്ന് പറഞ്ഞാൽ 3. And T50 is equal to 2.303 by K. Log 2 എന്ന് പറഞ്ഞാൽ 0.3010. So equation തമ്മിൽ ഡിവൈഡ് ചെയ്യാം. So this is equation number 1, this is equation number 2. So 1/2 ചെയ്യുമ്പോൾ T99.9 is equal to T50 എന്ന് പറഞ്ഞാൽ T half ആണ് is equal to എന്ത് വരും? ഇതൊന്നും ക്യാൻസൽ ചെയ്യും. So 3/0.3010. 3/0.3010 എന്ന് പറയുമ്പോൾ 0.3010 അഥവാ T99.9 divided by T half is equal to 10. And finally, T99.9 is equal to 10 T half. So T99.9 is equal to 10 T half. So the proof we enjoy. So prove that or show that time taken for the completion of 99.9% of first order reaction is 10 times than half life of a reaction ചോദിച്ചാൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം. സോ ആദ്യം ഹാഫ് ലൈഫ് എഴുതി, പിന്നെ 99.9 എഴുതി, അതങ്ങനെ സോൾവ് ചെയ്ത് അവസാനം T99.9 divided by T half is equal to 3/0.3010 എന്ന് വരും. അവസാനം T99.9 divided by T half is equal to 10 എന്ന് വരും. It means that T99.9 is equal to 10 T half. Similarly, നമുക്ക് ഇങ്ങനെയും എഴുതാം. T75 is equal to 2 T half. അതുപോലെ T87.5 is equal to 3 T half. അതുപോലെ T93.75 is equal to 4 T half. അങ്ങനെ പോകുമ്പോഴാണ് T99.9 is equal to എത്ര വരും? 10 T half. ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാം. T75 എന്ന ഹാഫ് ലൈഫിന് 2 ഇരട്ടിയാണ്. T87.5 അതെങ്ങനെയാ മനസ്സിലാക്കുക? നമുക്ക് 100 ആണ് ഇനീഷ്യൽ. 100 50 ആവാൻ ഒരു ഹാഫ് ലൈഫ്. 50ന്റെ പകുതിയായി 25 ആവാൻ വേറൊരു ഹാഫ് ലൈഫ്. 25ന്റെ പകുതിയായ 12.5 ആവാൻ വേറൊരു ഹാഫ് ലൈഫ്. അപ്പം T50 1 ഹാഫ് ലൈഫ്. T75 25 കഴിഞ്ഞു. അപ്പൊ 2 ഹാഫ് ലൈഫ്. ഇനി 87 തീരെ 12.5 ബാക്കി 87 കഴിഞ്ഞ 3 ഹാഫ് ലൈഫ്. ഇനി അതിന്റെ പകുതി 6.4 93.75 ആണ്. അങ്ങനെ തീരുമ്പോൾ അത് എത്ര ഹാഫ് ലൈഫ് ആയിരിക്കും? 4 ഹാഫ് ലൈഫ്. ഇനി അതിന്റെ പകുതി 3.15 അപ്പൊ 96.85 തീരാൻ 5 ഹാഫ് ലൈഫ്. അങ്ങനെ വന്ന് 99.9 തീർവാ 0.1 ആകുമ്പോൾ അത് എത്ര ഹാഫ് ലൈഫ് ആയിരിക്കും? 10 ഹാഫ് ലൈഫ് ആയിരിക്കും. സോ 10 ഹാഫ് ലൈഫ് ആയിരിക്കും. ദാറ്റ് ഈസ് 0.1 എത്തുമ്പോൾ. അപ്പൊ 100ൽ നിന്ന് 50 ആവാൻ അഥവാ T50 1 ഹാഫ് ലൈഫ്. T75 അഥവാ 25 എത്തി 70 തീർന്നു. അപ്പൊ 2 ഹാഫ് ലൈഫ്. 25 12.5 അപ്പൊ 87.5 കഴിഞ്ഞു. അപ്പൊ ഇത് വരും 3 ഹാഫ് ലൈഫ്. 87 93.75 അഥവാ 6.25 എത്തിയാൽ 4 ഹാഫ് ലൈഫ്. അങ്ങനെ വന്ന് 99.9 എത്തുമ്പോൾ ഇറ്റ് ഈസ് ബിക്കം 10 ഹാഫ് ലൈഫ്. ഇതാണ് അതിന്റെ ഒരു ഡയറക്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഹാഫ് ലൈഫ് തന്നു, 75% കാണാൻ ചോദിച്ചാൽ വളരെ ഈസിയാണ്. ദ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് 20 സെക്കൻഡ്. So what is the time taken for the completion of 75%? Simply T75 is equal to 2 into 20 40 second. എത്ര എടുക്കും? 87 തീരാൻ 3 into 20 60 സെക്കൻഡ്. വളരെ ഈസിയാണ്. ഹാഫ് ലൈഫ് അറിയാമെങ്കിൽ 75 87.5 93.75 99.9 അങ്ങനെ കണ്ടുപോകാം. അടുത്ത ചോദ്യം നോക്കൂ. The half life of a first order reaction is 20 second 20 സെക്കൻഡ്. എങ്കിൽ calculate the time taken for the completion of 90% of the reaction. ഒരു റിയാക്ഷന്റെ പകുതി തീരെ എടുക്കുന്ന സമയം 20 സെക്കൻഡ് എങ്കിൽ അത് 90% എത്ര സമയം എടുക്കും? ഇങ്ങനെ ചോദ്യം വന്നാലേ നമ്മൾ ആദ്യം ഹാഫ് ലൈഫ് ഉപയോഗിച്ച് K കാണണം. സോ K is T half of first order is equal to 0.693 by K അല്ലേ? സോ K is equal to 0.693 divided by half life എത്ര വരും? 20. K കിട്ടി.
ഇനി T90 കാണാം. T90 ഇക്വേഷൻ നമുക്കറിയാം. T90 2.303/k log 90% of 100 divided by 100 minus 90 എന്ന് വരും. What is the value of k? 0.693/k അല്ലേ? So T90 is equal to 2.303 divided by k ന്റെ വാല്യൂ 0.693 divided by 20 log 100 10 log 10. Log 10 ന്റെ വാല്യൂ 1 ആണ്. ഈ 20 മുകളിൽ പോകും. So T90 is equal to 2.303 into 20 divided by 0.693. And finally, the time taken for the completion of 90% of this reaction is 66 seconds. 66 seconds. So T90 കാണാൻ. T90 is 2.303/20 divided by 0.693. So time taken for the completion of 90% of the reaction 66.4 second. So 66.4 second വരും. So ഇതൊക്കെയാണ് ഈ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ നിന്നും ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെറിവേഷൻ അടക്കം പഠിച്ച ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡെറിവേഷൻ സീറോ ഓർഡറിനും ഫസ്റ്റ് ഓർഡറിനും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഫസ്റ്റ് ഓർഡർ കണ്ടുപിടിച്ചു. രണ്ടിൽ നിന്നുള്ള പ്രോബ്ലംസ് ചെയ്തു പഠിച്ചു. നന്നായിട്ട് എഴുതി പഠിക്കുക, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ.